ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായ എഫിഷ്യൻസീസ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരിക്കും. ഇപ്പോൾ എഫിഷ്യൻസീസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരുപാട് ടൈപ്സ്, ഒരു 6-7 നമ്പർ ഓഫ് എഫിഷ്യൻസീസ് ഇറിഗേഷനിലുണ്ട്. പക്ഷെ അതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എഫിഷ്യൻസിയെ പറ്റിയായിരിക്കും ഈ ഒരു ചെറിയ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആ എഫിഷ്യൻസീസ് മേജറായിട്ടുള്ളത്, കുറേ എഫിഷ്യൻസീസ് ഉള്ളതിൽ തന്നെ ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ്, പല എക്സാംസിലും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന 2 എഫിഷ്യൻസി എന്ന് പറയുന്നത് കൺവേയൻസ് എഫിഷ്യൻസിയും വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ 2 എഫിഷ്യൻസിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പലരും ഈ സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ കാണാത്ത പല രീതികളിലൂടെ ഞാൻ ഇതിനെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്കിത് ഇൻവോൾവ് ആകുന്ന ഒരു ക്വസ്റ്റ്യനോടെ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ കൺവേയൻസ് എഫിഷ്യൻസിയും വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൺവേയൻസ് എഫിഷ്യൻസി. അപ്പോൾ ഈ പേരിനകത്ത് തന്നെ എല്ലാ കാര്യവും ഉണ്ട്. കൺവേയൻസ്, ഓൾമോസ്റ്റ് സിവിലിൽ ഒരു 90% കാര്യങ്ങളും അതിൻ്റെ പേരിൽ നിന്ന് തന്നെ എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ കൺവേയൻസ് എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിൾ ടേംസിൽ പറയാം. അപ്പോൾ അതാണ് കൺവേയൻസ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ എത്തുന്നതിനുള്ളിലുള്ള ആ ഒരു എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഇത് നടക്കുന്നു ഈ ഒരു പ്രക്രിയ എന്നുള്ളതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ കൺവേയൻസ് എഫിഷ്യൻസി. അപ്പം ഇത് എന്തിൻ്റെ സഞ്ചാര കാര്യമാണെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ കൺവേയൻസ് എന്ന് പറയുമ്പോൾ എന്ത് സാധനത്തിനും, ഇപ്പോൾ മനുഷ്യന്മാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്താം, എന്തും ആവാം. ഇപ്പം നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൽ ഈ കൺവേയൻസ് ആരെ പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ വാട്ടർ, അതായത് നമ്മൾ വെള്ളം എത്തിക്കുമല്ലോ, ഏതെങ്കിലും ഒരു കനാലോ അല്ലെങ്കിൽ കനാലല്ല, ഏതെങ്കിലും ഒരു റിവറിലാണല്ലോ വെള്ളം ഉള്ളത് പൊതുവെ. അപ്പോൾ ആ റിവറിൽ നിന്നും, അതാണ് നാച്ചുറലായിട്ട് ഒഴുകുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഒരു റൺ ഓഫ് ഒഴുകിപ്പോകുന്ന ഒരു ഔട്ട്ലെറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിവറിൽ നിന്നും എൻ്റെ ഫീൽഡ് സപ്പോസ് ഈ ഒരു സ്ഥലത്താണ് ഫീൽഡ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് വെള്ളം എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു കനാല് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കളറിൽ കാണിച്ചേക്കുന്നതാണ് കനാല്. അപ്പോൾ അതാണ് എൻ്റെ ജോലി. അപ്പോൾ ഈ കനാലിൽ ഈ വെള്ളം, ഈ റിവറിലുള്ള ഈ വെള്ളം ഇവിടുന്ന് ഒഴുകിയാണ് എവിടെ എത്തുന്നത്? ഫീൽഡിൽ അൾട്ടിമേറ്റ്ലി എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കൺവേയൻസ് എഫിഷ്യൻസിയിൽ നോക്കുന്നത് ഈ റിവറിലുണ്ടായിരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളം ഒഴുകി ഫീൽഡിൽ എത്രമാത്രം എഫിഷ്യൻസിയിൽ എത്തുന്നു, അതായത് റിവറിൽ നിന്ന് ഞാൻ കടത്തിവിട്ട അത്രയും വെള്ളം തന്നെ ഫീൽഡിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി തരുന്ന ആളാണ് ആര്? കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ മനസ്സിലാക്കേണ്ടത്, ഇത് 100% എഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? റിവറിൽ നിന്ന് എത്ര വെള്ളം കടത്തിവിട്ടോ, ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. സപ്പോസ് 1 മീറ്റർ ക്യൂബ് വെള്ളം ഞാൻ ഈ റിവറിൻ്റെ അല്ലെങ്കിൽ ഈ കനാൽ തുടങ്ങുന്ന ഈ പോർഷനിൽ നിന്ന് കടത്തിവിട്ടെന്ന് വെച്ചോ. 100% എഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് പറ്റണം? ഇവിടുന്ന് കടത്തിവിട്ട ഫുൾ വെള്ളം എവിടെ എത്തണം? ഈ ഫീൽഡിലെ ഈ ഒരു പോയിന്റിലും എത്തണം. പക്ഷെ നമ്മൾക്ക് അങ്ങനെ എത്തുമോ പ്രാക്ടിക്കലി? ഇല്ല. നമുക്കറിയാം, കനാലിൽ അല്ലെങ്കിൽ ഈ റിവറിൽ തുടങ്ങി ഈ പോയിന്റിൽ 1 മീറ്റർ ക്യൂബ് വെള്ളം കടത്തിവിട്ടാൽ ഫീൽഡിൽ വരുമ്പോൾ അത് എന്തായിരിക്കും? 1 മീറ്റർ ക്യൂബിനേക്കാൾ കുറവായിരിക്കും. എന്തായാലും 1 മീറ്റർ ക്യൂബ് വരത്തില്ല. അതെല്ലാവർക്കും സാധാരണ ലോജിക്കിൽ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ടാണ് ഇവിടുന്ന് 1 മീറ്റർ ക്യൂബ് ഉണ്ടായിരുന്ന വെള്ളം ഒഴുകി ഫീൽഡിലെത്തിയപ്പോൾ 1 മീറ്റർ ക്യൂബിനേക്കാൾ കുറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളം, ഇവിടുന്ന് തുടങ്ങിയ കുറച്ച് വെള്ളം എങ്ങോട്ടൊക്കെയോ നഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഇതിനകത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഈ വെള്ളം നഷ്ടപ്പെട്ടത്? സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഈ കനാലിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ എങ്ങനെയൊക്കെ വെള്ളം നഷ്ടപ്പെടും? എന്തായിരിക്കും? ഇവാപ്പറേഷൻ ലോസ്. കാരണം നീരാവിയായിട്ട് പോകാമല്ലോ, ഇവാപ്പറേഷൻ ലോസ് ഉണ്ട്. 2 വേറെ എങ്ങനെ പോവാം? ഇതിങ്ങനെ കനാലിലൂടെ ഒഴുകി വരുമ്പം അൺലൈൻഡ് കനാൽ, അതായത് സാധാ മണ്ണിൻ്റെ പ്രതലത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. എന്ത് പറ്റും? മണ്ണിന് അടിയിലോട്ട് ഒലിച്ചു പോകത്തില്ലേ? ഇപ്പോൾ 2ാമത്തെ ലോസ് എന്ന് പറഞ്ഞാൽ സീപ്പേജ് ലോസ്. പിന്നെ യൂഷ്വലി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചുമ്മാ റാൻഡമായിട്ട് വേറെ പല രീതിയിലും വെള്ളം നഷ്ടപ്പെടാം. കാരണം എന്ന് വെച്ചാൽ സപ്പോസ് ഈ കനാലിൻ്റെ ഇവിടെ ചെടികളൊക്കെ ഉണ്ടെന്ന് വെച്ചോ, പായലോ സാറിന് കനാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യും? വെള്ളം ഒഴുകുമ്പോൾ അതും അതിൻ്റെ ആവശ്യത്തിനായിട്ട് വെള്ളം കുറച്ച് വലിച്ചെടുക്കും. അല്ലെങ്കിൽ ചിലപ്പം ഇവിടെ കുറേ ഡിപ്രഷൻസ്, കനാലിനകത്ത് എന്തെങ്കിലും കുഴികൾ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ കുഴികളിലേക്ക് വെള്ളം ഇറങ്ങിയിരിക്കും. അതും ആ കുഴികളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വെള്ളം ഫീൽഡിൽ എത്തുമോ? ഇല്ല, അതും ഒരു നഷ്ടമാണ്.
അപ്പോൾ അതിനെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ടൊരു ടേം അങ്ങ് പറയും, കൺവേയൻസ് ലോസ് എന്ന് ഒറ്റ ടേമിൽ അങ്ങ് പറയും അങ്ങനെയുള്ള കാര്യത്തിൽ. ഇപ്പം മൂന്ന് രീതിയിലാണ് ഈ കനാലിൽ തുടക്കം ഞാൻ കടത്തിവിട്ട വെള്ളം ഫീൽഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് 3 രീതിയിൽ നഷ്ടപ്പെടും. ഇവാപ്പറേഷൻ ലോസ്, സീപ്പേജ് ലോസ്, പിന്നെ എല്ലാം കൂടെ ചേർത്ത് കൺവേയൻസ് ലോസ് എന്നും പറയും. ഇങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യും, വെള്ളം നഷ്ടപ്പെടും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ 1 മീറ്റർ ക്യൂബ് ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നും ഈ ഇവാപ്പറേഷൻ ലോസ്, സീപ്പേജ് ലോസ്, കൺവേയൻസ് ലോസ് ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്, ഫീൽഡിൽ വെള്ളം എത്തുന്നത്. അപ്പോൾ എന്തായാലും തുടക്കം കനാലിൽ ഞാൻ കടത്തിവിട്ട വെള്ളത്തിനേക്കാൾ കുറവൊരു എമൗണ്ട് ആയിരിക്കും എന്തായാലും എന്ത് ചെയ്യുന്നത്, ഫീൽഡിൽ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി തരണം, എത്രത്തോളം ഈ ലോസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ കടത്തിവിട്ടതിൻ്റെ എത്ര ശതമാനം ഫീൽഡിൽ എത്തുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടേം കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ യൂഷ്വലി എഫിഷ്യൻസിയുടെ ഈറ്റ എന്ന് പറയുന്നതാണ്, കൺവേയൻസ് ആണ്ട് ഈറ്റ സി എന്ന് എഴുതും. അതിൻ്റെ ഒരു ഫോർമുല പോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡിലിവേർഡ് ടു ഫീൽഡിൽ വന്നത്, ഡിലിവേർഡ് ടു ഫീൽഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡിലിവേർഡ് ഫ്രം കനാൽ. ഇതാണ് ഫോർമുലയായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് കാണാൻ പഠിക്കുകയൊന്നും വേണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി. ഡിലിവേർഡ് ടു ഫീൽഡ്, ഓക്കെ. ഇതൊന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് ഒന്നുമില്ല, ഇതാ കനാലിൽ കടത്തിവിട്ട വെള്ളത്തിൻ്റെ എത്ര ശതമാനം ഫീൽഡിൽ വന്നു എന്ന് കാണിക്കുന്നതാണ് എന്ത്, കൺവേയൻസ് എഫിഷ്യൻസി. ഇനി നോക്കിയാൽ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞു കനാലിൽ കടത്തിവിട്ടിയത് ഫുള്ള് ഫീൽഡിൽ വന്നു, ഇല്ല, കുറച്ച് ലോസ് ആയെന്ന് പറഞ്ഞു. അപ്പം തന്നെ അറിയാം എഫിഷ്യൻസി, കൺവേയൻസ് എഫിഷ്യൻസി യൂഷ്വലി എപ്പോഴും എത്ര ആയിരിക്കും, പ്രാക്ടിക്കൽ കേസിൽ എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ 100% ആയിരിക്കും. തിയറട്ടിക്കലൊക്കെ വേണമെങ്കിൽ എന്ത് പറയാം, ഈക്വൽ ടു, അതായത് കടത്തിവിട്ട ഫുള്ള് ഫീൽഡിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100% ആയിരിക്കും. ലെസ് ദാൻ ആണ് പ്രാക്ടിക്കൽ കേസ്, കാരണം എന്തായാലും കുറേ ലോസസ് ഇവിടെ കടന്നുകൂടും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന്, ഈ ഫോർമുല ഡയറക്റ്റ് പല സമയത്തും ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ലോസസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഏതൊക്കെ തരത്തിലാണ് ഈ കൺവേയൻസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലോസ് ആവുന്നത്, അത് ഏതൊക്കെ ലോസ് ആണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് അത്രയും നിലവിൽ അങ്ങനെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല, അപ്പോൾ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ടോപ്പിക്ക് ഒരു സ്റ്റാർ മാർക്ക് ചെയ്ത് വെക്കുക, കാരണം നിങ്ങൾക്ക് ഒരു അഡീഷണൽ റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇത് നമുക്ക് വരുമ്പോൾ ആദ്യം തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് ഇത്രയാണ് റെഗുലർലി ഉള്ള കാര്യം. ഇനി ഇതിൻ്റെ ഒരു അർത്ഥം കൂടെ മനസ്സിലാക്കാം. ഈ കൺവേയൻസ് ലോസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക. ഞാൻ പറയുക കൺവേയൻസ് ലോസ് എന്ന് പറഞ്ഞാൽ 80% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്, ഈ ഫോർമുല അങ്ങനെ ഇളക്കട്ടെ, സിമ്പിൾ മലയാളത്തിൽ അർത്ഥം എന്ത്, 80% കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ എത്രയാണോ വെള്ളം കടത്തി വിട്ടത്, ഇവിടുന്ന് എത്രയാണോ കനാലിൽ തുടക്കം കടത്തി വിട്ടത് റിവറിൽ നിന്നും, അതിൻ്റെ 80% വെള്ളം മാത്രമേ എവിടെ എത്തിയുള്ളൂ, റിവറിൽ എത്തിയുള്ളൂ, ഫീൽഡിൽ എത്തിയുള്ളൂ. ഇപ്പോൾ കൺവേയൻസ് എഫിഷ്യൻസി 80 പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിംപ്ലി അപ്ലൈ ചെയ്തതിൻ്റെ 80% ഫീൽഡിലെത്തി. അപ്പോൾ ബാക്കി 20% എന്തായി, കൺവേയൻസ് ലോസ് ആയിട്ട് പോയി. അപ്പോൾ വരുന്ന വഴിക്ക് ലോസസ് ആയിട്ട് പോയി. അതേ ഉള്ളൂ സിംപ്ലി മലയാളത്തിൽ പറഞ്ഞാൽ. ഇനി ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരത്തക്ക രീതിയിൽ ഒരു കാര്യം എഴുതി വെച്ചോ. ഈ ഒരു ഫോർമുല എല്ലാവരും ഇതിനകത്ത് ശ്രദ്ധിച്ച് വെക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് എഴുതി വെക്കേണ്ടത്, ടോട്ടൽ വാട്ടർ ഡെലിവേർഡ് ടു ഫീൽഡിലെത്തിയ വെള്ളം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്, ടോട്ടൽ വാട്ടർ എവിടെ നിന്ന്, കനാലിൽ നിന്ന് കടത്തി വിട്ടല്ലേ തുടക്കം, ടോട്ടൽ വാട്ടർ ഡെലിവേർഡ് ടു കനാൽ, അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, മൈനസ് കൺവേയൻസ് ലോസസ്. അപ്പം ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണേ, കാരണം അതേ ഉള്ളൂ, നമ്മളത് തന്നെയല്ലേ പറഞ്ഞത് മലയാളത്തിൽ. മൊത്തം കനാലിൽ കടത്തിവിട്ട വെള്ളത്തിൽ നിന്നും നഷ്ടപ്പെട്ട സാധനം കുറച്ച് എന്ത് കിട്ടണം, ഫീൽഡിൽ വന്ന വെള്ളം കിട്ടണം. അപ്പോൾ ഇതും സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചോ.
ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. പക്ഷേ തൽക്കാലം ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് ഇത് അർത്ഥവും മനസ്സിലാക്കി വെക്കുക. കൺവെയൻസ് എഫിഷ്യൻസി 80% എന്ന് വെച്ചാൽ മൊത്തം വിട്ടതിൻ്റെ 80% ഫീൽഡ് ചെയ്യത്തുള്ളൂ, 20% എന്തായി ലോസായി പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എഫിഷ്യൻസിയായ കൺവെയൻസ് എഫിഷ്യൻസി ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. ഇനി വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിക്ക് മറ്റൊരു പേരും ഉണ്ട്. യൂഷ്വലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടേമാണ് കാണുന്നത്, ഇറിഗേഷൻ എഫിഷ്യൻസി. അപ്പോൾ ഇറിഗേഷൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു എഫിഷ്യൻസി പഠിച്ചിട്ടില്ലല്ലോ എന്ന് ധരിക്കരുത്. സിംപ്ലി ഇറിഗേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയാണ് സിംപ്ലി ഡിനോട്ട് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി നോക്കാം. അപ്പോൾ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൺവെയൻസ് എഫിഷ്യൻസിയിൽ എന്താ പറഞ്ഞത്, റിവറിൽ നിന്നും ഫീൽഡ് വരെ എത്തുന്ന കഥ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ചെടിക്ക് വെള്ളം കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സപ്പോസ് ഇതൊരു ഫീൽഡാണെന്ന് വെച്ചോ, ഇതാ ഇവിടെ ഞാനൊരു ചെടി വരയ്ക്കുക. ഇതാണ് ഈ ഫീൽഡിൽ കുറേ ചെടികൾ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഈ ചെടിയുടെ അടിയിലോട്ട് എന്തോ ഉണ്ട്, റൂട്ടുണ്ടല്ലോ, ആ റൂട്ട്. ഓക്കെ, റൂട്ട്സ് വരച്ചു. ഇനി ഇപ്പോൾ ഇത് ഫീൽഡാണല്ലോ. ഇപ്പോൾ ഫീൽഡ് വരെ വെള്ളം എത്തുന്ന കഥ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് കനാല്. അവിടുന്ന് വെള്ളം ഒഴുകി ഫീൽഡിലെത്തി. ഈ കഥ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ കൺവെയൻസ് എഫിഷ്യൻസിയിൽ. ഇനിയും പറയാൻ പോകുന്നത് ഫീൽഡിൽ വെള്ളം എത്തി. ഈ ബ്ലൂ ഡോട്ട്സ് ആണ് ഞാൻ ഫീൽഡിൽ വെള്ളം എത്തി. ഫീൽഡിൻ്റെ സർഫസാണ് ഈ ഡോട്ടഡ് കൊണ്ട് ഞാൻ കാണിക്കുന്നത് മുകളിൽ. അപ്പോൾ ഫീൽഡിൻ്റെ സർഫസിൽ വെള്ളം എത്തി. ഇനി പക്ഷേ സർഫസിൽ വെള്ളം എത്തി എൻ്റെ ചെടിക്ക് വെള്ളം കിട്ടുമോ? ഇല്ല. ചെടിക്ക് എവിടെ നിന്നാണ് വെള്ളം വലിച്ചെടുക്കുന്നത്? റൂട്ടിൽ നിന്ന്. അപ്പോൾ ഇതല്ലേ റൂട്ട് ചെടികളുടെ. അപ്പോൾ ഈ ഫീൽഡിൽ വെള്ളം വന്നാൽ പോരാ, ഫീൽഡിൽ വന്ന വെള്ളത്തിൻ്റെ എത്ര എമൗണ്ട് ഈ റൂട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റൂട്ടുകൾ ചെടിയുടെ നിൽക്കുന്ന സ്ഥലമാണ് റൂട്ട് സോൺ എന്ന് പറഞ്ഞത്. ആ റൂട്ട് സോണിൽ ചെടിക്ക് എത്രമാത്രം വെള്ളം ലഭിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. അതായത് ചെടി ഇരിക്കുന്ന സ്ഥലം, ചെടിയുടെ റൂട്ട് ഉള്ള സ്ഥലം റൂട്ട് സോൺ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാവരും വിചാരിക്കും ഫീൽഡിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ അങ്ങനല്ല. ഫീൽഡിൽ ഈ സർഫസിൽ വെള്ളം കിടന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചെടിക്ക്? ഇല്ല. നമ്മുടെ ചോദ്യം ഈ ഫീൽഡിൽ വന്ന വെള്ളത്തിൻ്റെ എത്ര എമൗണ്ട് എൻ്റെ റൂട്ട് സോണിൽ കിട്ടി എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം റൂട്ട് സോണിൽ എത്തിയാലേ റൂട്ട് വഴിക്ക് ചെടി വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ വെള്ളത്തിന്. അല്ലാതെ സർഫസിൽ വെള്ളം കിടന്നു കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. അപ്പം രണ്ടാമത്തെ എഫിഷ്യൻസി നമ്മൾ, അതുകൊണ്ടാണ് പേരിൽ തന്നെ ഉണ്ട് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഈറ്റ എ. അപ്പോൾ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നോക്കുന്നത് എന്ത്, ഈ ഫീൽഡിൽ വന്ന എമൗണ്ട്, ഫീൽഡിൽ വന്ന വെള്ളത്തിൻ്റെ എത്ര ശതമാനം അതിൻ്റെ റൂട്ട് സോണിൽ കിട്ടി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷനായിട്ട് എഴുതി അങ്ങനെ ഇരിക്കും, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ. റൂട്ട് സോണിൽ എത്ര സ്റ്റോർ ചെയ്തു, ഏതിൻ്റെ, ഫീൽഡിൽ വന്ന മൊത്തം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡെലിവേർഡ് ടു ഫീൽഡ്. ഇപ്പോൾ ഫീൽഡിൽ ഡെലിവർ ചെയ്യേണ്ട എത്ര ശതമാനം റൂട്ട് സോണിൽ കിട്ടി എന്നുള്ള ഐഡിയ ആണ് ആര് വരുന്നത്, ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അപ്പോൾ വീണ്ടും നമുക്ക് ചോദ്യം വരും, ഈ ഫീൽഡിൽ വന്ന എല്ലാ വെള്ളവും നമ്മുടെ റൂട്ട് സോണിൽ പോവോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അതൊന്ന് ആലോചിച്ച്, ഫീൽഡിൻ്റെ സർഫസിൽ വന്ന എല്ലാ വെള്ളവും റൂട്ട് സോണിലോട്ട് പോകും? ഒബ്വിയസ്ലി പോകത്തില്ല. കാരണം എന്താ, കുറച്ച് എമൗണ്ട് എന്ത് പറ്റും, ഇവിടെ വന്നെന്ന് വെച്ചോ വെള്ളം, ഇവിടെ വന്ന വെള്ളം ഒരുപാട് ശക്തിയായിട്ട് നമ്മളൊരു ഫീൽഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ നിങ്ങൾ എന്ത് കാണും, ആ വെള്ളം ഒഴുകി പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു ലോസ് അല്ലേ? ഫീൽഡിൽ കിടക്കുന്നില്ലല്ലോ. ഫീൽഡിൽ അമിതമായിട്ട് വെള്ളം കോരി വെച്ചാൽ ഫീൽഡിൽ മണ്ണിനടിയിലേക്ക് പോകാൻ സമയം വേണോ നമുക്കറിയാം. അതിലും ഫാസ്റ്റായിട്ട് വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റും, ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ ഫീൽഡിൽ എന്ത് ചെയ്യും, വെള്ളം ഒലിച്ചു പോകും. അത് ശരിക്കും ഒരു ലോസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ റൺ ഓഫ് എന്നല്ലേ ഒലിച്ചു പോകുന്നതിന് പറയുന്നത്. റൺ ഓഫ് ഒരു ലോസ്. ഇനി രണ്ട്, ഈ മുകളിൽ സർഫസിൽ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് മണ്ണിനടിയിൽ വന്നു. പക്ഷേ ഈ മണ്ണിലടിയിൽ നിന്ന് പറയുന്ന വെള്ളം ഈ റൂട്ട് സോണിൽ തന്നെ നിൽക്കണമെന്നുണ്ടോ? ഇല്ല. കുറച്ച് വെള്ളം എന്ത് ചെയ്യും, ഒഴുകി അങ്ങ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളുമായിട്ട് അടിയിൽ പോയി ജോയിൻ ചെയ്യത്തില്ലേ? അതും ചെടിക്ക് അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അതും ഫീൽഡിൽ വന്ന വെള്ളത്തിൽ നിന്നും നഷ്ടപ്പെടുമല്ലേ. സോ അതിനെന്ത് പറയും, ഇറ്റ് ഈസ് കോൾഡ്, നമ്മൾ ഹൈഡ്രോളജിയിൽ പഠിച്ചിട്ടുള്ള ടേം എന്താണ്,
പെർക്കൊലേഷൻ ലോസസ്. അപ്പം ഈ രണ്ട് ലോസാണ് മേജറായിട്ട് നമ്മുടെ ഫീൽഡിൽ വരുന്ന വെള്ളത്തിന് സംഭവിക്കുന്നത്. ഒന്ന് റൺ ഓഫ് ലോസും ഒന്ന് പെർക്കുലേഷൻ ലോസസ്. മണ്ണിനുള്ളിലേക്ക് പോകുന്നു, ഒന്ന് നേരെ വന്ന് ഒഴുകി പോകുന്നത്. അപ്പോൾ ഇതും സ്റ്റാറായിട്ട് മാർക്ക് ചെയ്യുക. ഇതും അധികം ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്, എന്നാൽ ഒരു പരീക്ഷയ്ക്ക് സിമ്പിളായിട്ട് ചോദിക്കാം. വാട്ട് ആർ ദി ലോസസ് ടേക്കൺ ഇൻ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അപ്പോൾ ഇത് അറിയണം. റൺ ഓഫും പെർക്കുലേഷൻ ലോസസും ആണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇത് ചിലപ്പോൾ ഡൗട്ട് വരും, ഇതിനകത്ത് ഇവാപ്രേഷൻ ലോസസ് എന്തുകൊണ്ട് എടുത്തില്ല എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇവാപ്രേഷൻ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത്രത്തോളം, അതായത് ഈ ടൈം ഇവാപ്രേഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ, കുറച്ച് സമയം വേണം. ഇതിനുള്ള ആ ഒരു ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എനർജിയൊക്കെ കിട്ടി വേപ്പറൈസ് പോകും. എങ്കിലും ചെറിയൊരു എമൗണ്ട് പോവും. പക്ഷേ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയിൽ നമ്മളത് വലിയ തോതിൽ കണക്കാക്കാറില്ല, കാരണം ആ എടുക്കുന്ന ടൈം പീരീഡ് ചെറുതാണെന്ന് കൺസിഡറേഷനിൽ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയിൽ റൺ ഓഫും പെർക്കുലേഷൻ ലോസും ആണ് കൺസിഡർ ചെയ്യുന്നത്. അതൊന്ന് നോക്കി വെച്ചോണം, MCQന് ഇതും ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി അപ്പോൾ ഈ ലോസ് വന്നാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം ഫീൽഡിൽ ഡെലിവറി ചെയ്ത വെള്ളത്തിൻ്റെ ഫുൾ റൂട്ട് സോണിൽ പോകും? ഇല്ല, കുറേ വെള്ളം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഡെലിവറി ചെയ്ത ഫുൾ വെള്ളവും റൂട്ട് സോണിൽ എത്തിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയുടെ വാല്യൂ എന്തായിരിക്കും? ഓഫ് കോഴ്സ് പ്രാക്ടിക്കൽ കേസിൽ ലെസ് ദാൻ 100% ആയിരിക്കും. പക്ഷേ തിയറട്ടിക്കലി വേണമെങ്കിൽ എന്ത് പറയാം? ഈക്വൽ ആയിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് നേരത്തെ പറഞ്ഞ അതേപോലെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയുടെ കാര്യം. ഇനി ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞതിലോട്ട് ഇതിൻ്റെ ഇക്വേഷനൊക്കെ ഓക്കെ, നമുക്ക് പറഞ്ഞ സംഭവം ഒന്നുകൂടെ മനസ്സിലാക്കുക. എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ആപ്ലിക്കേഷൻ എഫിഷ്യൻസി 80% എന്ന് ഞാൻ പറയുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ് നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ മൊത്തം വെള്ളം എത്ര എത്തിയോ അതിൻ്റെ 80% മാത്രമേ എവിടെ എത്തുള്ളൂ? റൂട്ട് സോണിൽ കിട്ടുന്നുള്ളൂ. ബാക്കി 20% എന്തായി? ലോസായി പോയി. ഇനി ആ ലോസ് ഏതൊക്കെ രീതിയിൽ പോയെന്ന് നമ്മൾ പഠിച്ചു. ഏതാ ഈ കേസിൽ റൺ ഓഫും പെർക്കുലേഷൻ ലോസസ്. ഇനി അങ്ങനെയാണെങ്കിൽ അധികം ആളുകളും ചിന്തിക്കാത്ത ഒരു കാര്യം നമ്മൾ ഇവിടെ എഴുതിയല്ലോ. മൊത്തം ഫീൽഡിൽ വന്ന വെള്ളം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ കനാലിൽ ഡെലിവറി ചെയ്തത് മൈനസ് കൺവെയൻസ് ലോസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? ടോട്ടൽ വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ. എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? സിംപ്ലി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വാട്ടർ ഡെലിവേർഡ് ടു ഫീൽഡിൽ കൊടുത്തതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ആപ്ലിക്കേഷൻ ലോസസ്. അതേതൊക്കെ? റൺ ഓഫും പെർക്കുലേഷൻ. അപ്പോൾ ഈ സംഭവം ഞാൻ എഴുതി തരുന്നത് ഇതധികം ആളുകൾ അഗെയിൻ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. എന്തിനാണ് ഇത് പറയുന്നത്? കാരണം സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എയോ ജെയോ വല്ല ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? റൂട്ട് സോണിൽ വന്ന വെള്ളം എത്ര ആണെന്ന് കണ്ടുപിടിക്കൂ. അപ്പോൾ അവർ ഫീൽഡിൽ വന്ന വെള്ളം തരും, ആപ്ലിക്കേഷൻ ലോസസ് എന്ന് പറഞ്ഞൊരു വാല്യൂ വരും. അപ്പോൾ അത് കുറച്ചാൽ മതി സിമ്പിളി. പക്ഷേ ഇത് നമ്മൾ ഈ കാര്യം ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം മിക്കവരും ഈ ഇക്വേഷൻസൊക്കെ മിക്കവർക്കും അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയുടെ കാര്യം. ഇപ്പോൾ നമ്മൾ ഇറിഗേഷനിൽ 2 എഫിഷ്യൻസീസ്, കൺവെയൻസ് എഫിഷ്യൻസിയും പഠിച്ചു, ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയും പഠിച്ചു. അപ്പോൾ മേജറായിട്ട് ഉള്ള എഫിഷ്യൻസീസ് ഈ 2 തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളിപ്പോൾ എവിടെ നിന്നൊക്കെ പഠിച്ചു? റിവർ ഉണ്ടായിരുന്നു, റിവറിൽ നിന്ന് വെള്ളം കടത്തിവിട്ട് ഫീൽഡിൽ വന്നു, ഫീൽഡിൽ വന്ന വെള്ളം എന്ത് ചെയ്തു? ഒലിച്ചിറങ്ങി അതിൻ്റെ റൂട്ട് സോണിൽ തങ്ങി നിന്നു. അത്രയും മാത്രം മതി ശരിക്കും ചെടിക്ക് വലിച്ചെടുക്കുന്നത് വെച്ചാൽ. കാരണം വെള്ളം വലിച്ചെടുക്കുന്ന റൂട്ട് സോണിൽ നിന്നാണല്ലോ. അത്രയാകുമ്പോൾ ഏകദേശം ചെടിക്ക് വെള്ളം കിട്ടത്തക്ക കാര്യം കഴിഞ്ഞു. ബാക്കിയും 3-4 എഫിഷ്യൻസികളുണ്ട്. സ്റ്റോറേജ് എഫിഷ്യൻസി, ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി, അങ്ങനെ കുറേ കാര്യമുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും മതി. അപ്പോൾ ഈ മെയിനായിട്ട് പറഞ്ഞ കാര്യവും ഈ ലോസസും പിന്നെ ഈ ഒരു രീതിയിൽ എഴുതിയതും അതുമെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ മലയാള മീനിങ്ങും മനസ്സിലാക്കുക. അത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ മലയാളത്തിൽ എടുത്ത് പറഞ്ഞതെന്ന്. ഓക്കെ, ഇനി ഇതിനോടൊപ്പം യൂഷ്വലി കാണുന്ന ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഓവറാൾ എഫിഷ്യൻസി എന്ന് ജസ്റ്റ് പറയുന്നതൊക്കെ, ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞ് ഒരു ടേം ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണാം ഇറിഗേഷനുമായിട്ട് സംബന്ധിച്ച്. ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ പഠിച്ചെന്തു? ഇവിടെ ഒരു റിവർ ഉണ്ടായിരുന്നു. റിവറിൽ നിന്നും ഞാൻ കനാല് കൊടുത്തു. കനാലിൽ നിന്ന് എവിടെ എത്തി?
ഫീൽഡിൽ വെള്ളം എത്തി, റെഡ് കളറിൽ കാണിക്കുക, വെള്ളം ഒഴുകി വന്നു ഫീൽഡിൻ്റെ സർഫസിലെത്തി. എനിക്ക് സർഫസിലെത്തുന്നതല്ല ഇമ്പോർട്ടൻ്റ്, അവിടെ നിന്ന് എന്ത് പറ്റണം, റൂട്ട് സോണിൽ എത്തുന്നതായിരുന്നു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത് ഈ കനാലും ഫീൽഡും തമ്മിൽ റിലേറ്റ് ചെയ്താണ് എന്ത് ഞാൻ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എന്ത് ടേം ഉപയോഗിച്ചത്, കൺവേയൻസ് എഫിഷ്യൻസി. ഈ ഫീൽഡിൻ്റെ സർഫസിൽ വന്ന വെള്ളവും റൂട്ട് സോണിലുള്ള വെള്ളവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ച ടേമാണ് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തു, കനാലിൽ നിന്ന് വെള്ളം വിട്ടു, അതെവിടെ എത്തണം അൾട്ടിമേറ്റ്ലി, എൻ്റെ റൂട്ട് സോണിൽ. ഇപ്പം ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൺവേയൻസ് എഫിഷ്യൻസി ഇൻറ്റു ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ചില ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ ഒരു ടേം കാണാം. കാരണം അൾട്ടിമേറ്റ്ലി എനിക്ക് കനാലിൽ നിന്ന് വെള്ളം വിടുന്നു, എൻ്റെ റൂട്ട് സോണിൽ എത്ര വെള്ളം കിട്ടിയെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഓവറാൾ എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ കൺവേയൻസ് എഫിഷ്യൻസി ഇൻറ്റു ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. ഇനി ഇക്വേഷൻ രൂപത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടൊരു കാര്യം കാണാം. എന്തും ഇത് കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്, വാട്ടർ ഡെലിവേർഡ് ടു ഫീൽഡ് ഡിവൈഡഡ് ബൈ വാട്ടർ ഡെലിവേർഡ് ഫ്രം കനാൽ, ഡെലിവേർഡ് ടു കനാൽ. ഡെലിവേർഡ് കനാലിൽ എത്ര വിട്ടു അതിൻ്റെ എത്ര ശതമാനം ഫീൽഡിലെത്തി. അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ത്, വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ഡിവൈഡഡ് ബൈ വാട്ടർ ഡെലിവേർഡ് ടു ഫീൽഡ്. ഇത് വരുമല്ലോ, ഇത് നോക്കി എന്ത് ചെയ്യുക, ഇത് രണ്ടും വെട്ടിപ്പോവല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം ഇത്, ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ സിമ്പിളായി എന്ത് എഴുതാം, ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിളി എഴുതാം എന്ത്, വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ, വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ഡിവൈഡഡ് ബൈ എന്ത്, വാട്ടർ ഡെലിവേർഡ് ടു കനാൽ. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കാം. ഇതെല്ലാം ഈവൻ SSC ചെയ്യുന്ന പല എക്സാംസിനും ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് പിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഈ ഓവറാൾ എഫിഷ്യൻസിയുടെ ഈ കാര്യവും അറിഞ്ഞിരുന്നു, ഈ ഇക്വേഷനും നോക്കി വെച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള മെയിനായിട്ടുള്ള 2 എഫിഷ്യൻസീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യം ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിൽ വരുന്ന, അല്ലെങ്കിൽ അതൊരു ടിപ്പിക്കൽ ഒരു ചോദ്യമാണ്. ആദ്യം നമുക്ക് കൺവെൻഷനലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, അതിനുശേഷം നമുക്കൊരു ഷോർട്ട് കട്ട് പോലെ അത് ക്രിയേറ്റ് ചെയ്യാം ചെയ്തിട്ട്. പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഷോർട്ട് കട്ടുകൾ വെറുതെ കാണാൻ പഠിക്കാതെ എന്താണ് ഒറിജിനലി ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഷോർട്ട് കട്ട് നമുക്ക് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. 1 മിനിറ്റ് വേണമെങ്കിൽ പോസ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക്, അതിനുശേഷം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ബാക്കി ചെയ്താൽ മതി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ദി ഇറിഗേഷൻ എഫിഷ്യൻസി ഈസ് 80%, conveyance losses are 20%, and actual depth of watering is 16 cm, the depth of water required at the canal outlet is dash 10 cm, 20 cm, 15 cm, 25 cm. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഒരു 20 മിനിറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും പഠിച്ച കൺസെപ്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇതിൻ്റെ സൊല്യൂഷൻ തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ സൊല്യൂഷൻ ഫുൾ രീതിയിലും എങ്ങനെയാണെന്ന് ചെയ്യുകയും, ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സാമിന് കൺസെപ്ച്വലായിട്ട് നമ്മളിപ്പോൾ പഠിച്ചിട്ട് എക്സാമിന് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഈ ചോദ്യം പഠിച്ചിട്ടുള്ളവർ ഒരുപാട് ആളുകൾ കാണുമല്ലോ, അപ്പോൾ അവരെ പോലും കടത്തി വെട്ടി സ്പീഡിൽ ചെയ്യത്തക്ക രീതിയിലാക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് പോലെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കാം. അത് റെഗുലർ രീതിയിൽ ചെയ്തിട്ട് വേണം അതിൽ നിന്ന് ഷോർട്ട് കട്ട് മനസ്സിലാക്കി വെക്കാൻ. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടുള്ള 2 എഫിഷ്യൻസീസ് മനസ്സിലാക്കി, അതിൻ്റെ ഒരു പ്രോബ്ലം തന്നു, അത് നിങ്ങൾ ചെയ്യുക. അതിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഇതിൻ്റെ ആൻസേഴ്സ് കമൻസ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.